അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ശാപം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നാശം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ശാപം കിട്ടുന്ന സ്ത്രീകൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സഹോദരിമാർ പുരുഷ സാദൃശ വസ്ത്രം ധരിക്കുന്ന സഹോദരികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്, സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. സ്ത്രീ വസ്ത്രം പുരുഷനും അതുപോലെ പുരുഷ വസ്ത്രം സ്ത്രീയും ഒരിക്കലും ധരിക്കാൻ പാടില്ല. രണ്ടാമത്തത്, ടാറ്റു ചെയ്യുന്നവർ, അത് അവരുടെ ശുദ്ധിയെ മാലിന്യപ്പെടുത്തും. അശുദ്ധിയുള്ള സാഹചര്യത്തിൽ ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുമ്പോൾ ടാറ്റു അവിടെ വെള്ളത്തെ ചേരുന്നതിന് തടയപ്പെടും. ആ സമയത്ത് അശുദ്ധിക്കാരനായി തന്നെ നിസ്കരിക്കേണ്ടി വരും. 3, അർദ്ധനഗ്നത തൻ്റെ ശരീരത്തിൻ്റെ ഭാഗം മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ നോട്ടങ്ങൾ കിട്ടാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്ന സഹോദരിമാരെ അള്ളാഹു ശപിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരിക്കലും നമ്മുടെ സഹോദരിമാർ നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ വരാൻ പോവുകയാണ്, പെരുന്നാളിനൊക്കെ വസ്ത്രം വാങ്ങുന്നവർക്ക് ഇത് ശ്രദ്ധിക്കണം. അതുപോലെ പുരിക പ്ലക്ക് ചെയ്യുന്നവർ, കൺപുരിക പ്ലക്ക് ചെയ്യുന്ന, മൃദുലമായ രോമം കട്ട് ചെയ്ത് മുഖം വിശാലത ചെയ്യുന്ന സ്ത്രീകൾ, അത്തരക്കാരെയും അള്ളാഹു ശപിച്ചവരാണ്. ആ വിഭാഗത്തിൽ നാം പെട്ടുപോകരുത്. അതുപോലെ വിവാഹം ബന്ധമുള്ളവരെ വിവാഹം കഴിക്കുക, ഇതും ശപിക്കപ്പെട്ട വിഭാഗമാണ്. പിന്നെ ഭർത്താവിനോട് പിണങ്ങി കഴിയുക, അനാവശ്യമായി എന്തെങ്കിലും ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി പിണങ്ങുന്ന സഹോദരിമാരുണ്ട്. ഭർത്താവിനോട് പിണങ്ങുന്ന ചില സ്ത്രീകൾക്കൊരു ഹരമായി മാറിയിരിക്കുകയാണ്. അത്തരക്കാരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും മുസീബത്ത് വന്നാൽ, മരണം വന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അട്ടഹാസിച്ച് കരയുന്നവരുണ്ട്. ഇതും അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവരാണ്. അതുപോലെ ഖബർ സന്ദർശനം നടത്തുന്ന സഹോദരിമാർ, ഖബർ സന്ദർശനം സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ്. അതുപോലെ മുടിയെ ഒട്ടകത്തിൻ്റെ പുരിക പോലെ കെട്ടിയിടുന്ന സ്ത്രീകളുണ്ട്, അതും അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവരാണ്. അതുപോലെ കൃത്രിമ മുടി വെച്ച് നടക്കുന്ന സഹോദരിമാർ, ഈ ചില കാര്യങ്ങളൊക്കെ നാം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത്തരക്കാർക്ക് അള്ളാഹുവർക്ക് വെറുപ്പാണ്. ഇത്തരക്കാരോട് അവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവരാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ റിളയോട് കൂടിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അവൻ്റെ റിള കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഇരു ലോകം വിജയിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും